മമ്മൂക്കാടെ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ വൻ പരാജയമായിരുന്നു. എന്ത്? മമ്മൂക്കാടെ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ വൻ പരാജയമായിരുന്നു. അപ്പൊ വൻ പരാജയത്തിന് കാരണം കാണിക്കണ 100 കോടി കിട്ടിയിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. 100 കോടി കിട്ടിയിട്ടില്ലല്ലോ. അപ്പോ 100 കോടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സിനിമ പരാജയമാവും. അല്ല, ഞാൻ ചോദിക്കാണ്, 100 കോടി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സിനിമ പരാജയമാവും. കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ അതിന്റെ എത്ര കോടി ലാഭം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പള്ള നിറച്ച് ലാഭം തന്നെയാണ്. കാരണം ചെറിയ മുതൽ മുടക്കിൽ 6 കോടി കൊണ്ട് 100 കോടി എന്നാണ് അതിന്റെ സമവാക്യം തന്നെ. 6 കോടി കൊണ്ട് 100 കോടി, അതാണ് അതിന്റെ സമവാക്യം. അപ്പൊ ആ സിനിമ വിജയിച്ചില്ല, വൻ പരാജയമായിരുന്നു. വൻ പരാജയമായിരുന്നു മമ്മൂക്കാടെ ഈ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ. ഏത് പൊട്ടനോട് ചോദിച്ചു കഴിഞ്ഞാലും അവൻ പറയും. ഏത് പൊട്ടനോട് ചോദിച്ചു കഴിഞ്ഞാലും അവൻ പറയും ആ സിനിമ എന്തായാലും എന്തില്ല, പരാജയമായിരുന്നില്ല. അത് അത്യാവശ്യം കോടികൾ കൈകാര്യം ചെയ്തുള്ള സിനിമയാണ്. 85.2 കോടിയാണ്ട് എന്ത് കിട്ടിയിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ സിനിമയാണ് ഈ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ. പിന്നെ അത് പോരാണ്ട് OTT 10 കോടിക്ക് മുകളിൽ വേറെ പോയിട്ടുണ്ട്. അപ്പൊ അതന്നെ കൂട്ടിക്കഴിഞ്ഞാൽ അറിയാം ഏകദേശം എത്ര കോടി കിട്ടിയിട്ടുണ്ട്. അപ്പോ 100 കോടി കിട്ടിയെങ്കിൽ തന്നെ സിനിമ ഹിറ്റ് ആവുന്നൊന്നുമില്ല. സംഭവം മമ്മൂക്ക തകർത്താടിയ, മമ്മൂക്ക നിറഞ്ഞാടിയ, മമ്മൂക്കയുടെ വെറൈറ്റി അഭിനയം ആസ്വദിച്ച് കണ്ട സിനിമയാണ് കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ. ഏതൊരു പൊട്ടൻക്കായാലും ഏതൊരു പൊട്ടനോട് ചോദിച്ചു കഴിഞ്ഞാലും അവൻ പറയുന്നത് ഈ സിനിമ വൻ ഹിറ്റാണ്, നല്ല കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര കളക്ഷൻ നേടിയ സിനിമയെന്ന് ഏത് ചെറിയ കുഞ്ഞിനോട് ചോദിച്ചു കഴിഞ്ഞാലും മനസ്സിലാവും. ഇതൊക്കെ എവിടുന്നെടുത്ത് പറയണ കണക്കാണാവോ? ഇത് സിനിമ ഹിറ്റ് ആയിട്ടില്ല ആര് പറഞ്ഞതാണാവോ? ഈ യുഗത്തിലൊന്നല്ല, ഈ നൂറ്റാണ്ടിലൊന്നല്ലേ, അല്ലെങ്കിൽ ഇത് വല്ല അന്യഗ്രഹ ജീവിയൊന്നല്ലല്ലോ ഇത് മനസ്സിലാക്കാതിരിക്കാൻ. അന്യഗ്രഹ ജീവികൾക്ക് അപ്പൊ ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ ഏത് പഹയനാണ് നീ ഇതൊക്കെ പടച്ചു വിടുന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു സംഭവം തന്നെയാണ്. കാരണം കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ എത്ര കോടി നേടിയെന്ന് പറഞ്ഞാല് ഹിറ്റായിക്കണോ അല്ലെങ്കിൽ വിജയിച്ചിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ചെറിയ കുഞ്ഞിന് പോലും മനസ്സിലാവും. അതിനെ പറ്റി അറിയുന്നതാണ് സിനിമ. വമ്പ ഹിറ്റ് എന്ന് പറഞ്ഞാൽ വമ്പ ഹിറ്റായ സിനിമ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ സമവാക്യം തന്നെ 6 കൊണ്ട് 100 നേടി എന്നാണ് അതിന്റെ സമവാക്യം തന്നെ. അപ്പൊ ആ സിനിമ വൻ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് സിനിമ ഇപ്പൊ വിജയിച്ചെന്ന് പറയാം? ഇപ്പൊ 100 കോടിക്ക് മുകളിലുള്ള സിനിമകൾ മാത്രമാണോ വിജയിച്ചു എന്ന് പറയേണ്ടത്? 100 കോടി, അതിന്റെ 100 കോടിയുടെ മുകളിലുള്ള സിനിമക്ക് മാത്രമാണോ വിജയം എന്ന് പറയുന്നത്? ഒരു നിർമ്മാതാവ് മുടക്കുന്ന ആ മുതലിന്റെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ആ സിനിമ വിജയിച്ച്. അതായത് 10 കോടി കൊണ്ട് ചെയ്താല് അതിന്റെ മുകളിൽ ആ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ അതിന്റെ മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ സിനിമ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പം 100 കോടി അല്ലെങ്കിൽ 200 കോടിയുടെ കണക്കല്ല. സിനിമ ഒരു നിർമ്മാതാവ് നിർമ്മിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ അതിന്റെ ലാഭം കിട്ടിയാൽ തന്നെ അതിന്റെ മുടക്ക് മുതലിന്റെ ഒരു 10% തന്നെ ലാഭം മുതലിന്റെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ സിനിമ വിജയിച്ചു എന്നുള്ള ലെവലിലായി. 10%, 12% ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ സിനിമ വിജയിച്ച്. പിന്നെ അത് പോരാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയിട്ട് ഒരു 10 കോടിയുടെ സിനിമ ഇറങ്ങിയിട്ട് ഒരു 20 കോടി അല്ലെങ്കിൽ 15 കോടി 20 കോടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ സിനിമ വിജയിച്ചു എന്ന് തന്നെയാണ് അതിനർത്ഥം. പിന്നെ 100 കോടി കിട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അതൊക്കെ പൊട്ടന്മാരോട് പോയി പറഞ്ഞാൽ മതി. ഏത് പൊട്ടനാണ്? ഇപ്പൊ പൊട്ടന്റെ പേരൊന്നും നമ്മൾ പറയില്ല. കാരണം ആ വീഡിയോ കണ്ടിട്ട് ഞാൻ മെസ്സേജ് ആൾക്കാർ അയച്ചിട്ടുണ്ടായിരുന്നു, ചിരിച്ചു കത്തിക്കുന്നു. അപ്പൊ ആളോട് ഞാൻ ചോദിച്ചു ഏത് സിനിമയാണോ, എങ്ങനെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടി കിട്ടിയെങ്കിൽ മാത്രമാണോ വിജയിച്ചു എന്ന് പറയാ? അപ്പൊ 100 കോടിക്ക് താഴെ കളക്ഷൻ നേടുന്ന സിനിമകളൊന്നും വിജയിക്കാത്ത സിനിമകളാണ്. കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. നമുക്ക് വില്ലൻ റോളിൽ വന്നിട്ട് ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരം മാരക പെർഫോമൻസ് നടത്തിയ സിനിമയാണ് കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ആ സിനിമ
എടുത്തിട്ട് പറയാണ് 100 കോടി കിട്ടാത്ത കാരണം കൊണ്ട് അത് വിജയിച്ചില്ല, വൻ പരാജയമാണ്. അതിന്റെ മുതൽ മുടക്ക് തന്നെ വളരെ തുച്ഛം. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമയാണ് ഈ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ അപ്പൊ എനിക്ക് പറയാനുള്ളതാണ്, ഒരു സിനിമ ഇറക്കി അതിന്റെ മുതൽ മുടക്കിനേക്കാളും 25% കൂടുതൽ കിട്ടിയാൽ തന്നെ എന്തായി, ആ സിനിമ വിജയിച്ചു എന്നാണ് അർത്ഥം. പിന്നെ ബാക്കിയുള്ളതൊക്കെ ലാഭം ഇങ്ങനെ കുമിഞ്ഞു കൂടി എന്നൊക്കെ പറയില്ലേ. ലാഭം ഇരട്ടിച്ച് വന്നപ്പോ 6 കോടി കൊണ്ട് 100 കോടി നേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻ ലാഭം തന്നെയാണ്. വൻ ലാഭം എന്ന് പറഞ്ഞാൽ ഗംഭീര ലാഭം, മാരക ലാഭം എന്നൊക്കെ പറയില്ലേ, അതിമാരക ലാഭം. അപ്പൊ ആ ലെവലാണത്. അല്ലാണ്ട് 5 ഉറുപ്പ്യ കൊടുത്തിട്ട് 50 പൈസ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവണ കേസല്ല. 5 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ 10 ഉറുപ്പ്യ തന്നെ കിട്ടണം, എന്നെങ്കിലാണത് ലാഭമായി മാറുള്ളൂ. ഒരു 7 ഉറുപ്പ്യ 8 ഉറുപ്പ്യ കിട്ടിയാലും ലാഭം തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കളങ്കാവല് പൊട്ടി, അല്ലെങ്കിൽ കളങ്കാവല് എന്തായില്ല, കളങ്കാവല് തൂറ്റി, അല്ലെങ്കിൽ കളങ്കാവല് വിജയിച്ചില്ല എന്ന് പറയണ്ട. കളങ്കാവലൊക്കെ നല്ല കളക്ഷൻ നേടിയിട്ട് വൻ ഹിറ്റായി വൻ വിജയമായി മാറിയ സിനിമയാണ്. വൻ പരാജയം കണ്ടെന്ന് വരണ്ട, അതൊക്കെ വൻ ഹിറ്റായി മാറിയ സിനിമയാണ്. അപ്പൊ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.